നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കെയർഫെഡ് ടൈപ്പിസ്റ്റ്, വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഇങ്ങനെയുള്ള എക്സാമുകളെല്ലാം നമുക്കിപ്പോൾ ഈ ഓഗസ്റ്റ് മാസം 30-ാം തീയതിയോടുകൂടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു എക്സാമിൻ്റെ പുറകെയാണ്. നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇനി അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. അടുത്ത എക്സാമുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇനി അടുത്ത ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽസിനെ കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത എക്സാം എന്ന് പറയുന്നത് ഇനി നമുക്ക് വരാനുള്ളത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം ആണ്. നല്ലൊരു ചാൻസ് ആണ്. അപ്പോൾ ഏകദേശം ഡിസംബർ മാസത്തോടു കൂടിയൊക്കെയാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടൊരു 5-6 മാസത്തിനകം വെച്ചിട്ട് നമുക്ക് എക്സാമും വരാം. അപ്പോൾ എക്സാം ആവുമ്പോൾ നമുക്ക് പഠിക്കാതെ ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം സിലബസ് ഒക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ വന്നിട്ടുള്ള സിലബസ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഥവാ എന്തെങ്കിലും മാറ്റം വന്നാലും കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വേഡ്, എക്സൽ, പവർ പോയിൻ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഭാഗത്ത് നിന്നും സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, GK ഇത്രയൊക്കെ ആയിരിക്കും നമ്മുടെ ടോപ്പിക്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഇനി മുതൽ അതായത് മാസ്റ്ററിംഗ് എഡ്യൂടെക്കിൻ്റെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചതനുസരിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നിർത്തുന്നില്ല. ഈ ഒരു ബുധനാഴ്ച മുതൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എക്സാമുകൾക്ക് കെയർഫെഡ് ടൈപ്പിസ്റ്റ് ആയാലും നമ്മുടെ സിലബസ് വന്നതിന് ശേഷം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ക്ലാസ്സുകൾ ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. നമ്മൾ കെയർഫെഡ് ടൈപ്പിസ്റ്റ് ഒരു എക്സാമിൻ്റെ സമയമായപ്പോൾ 13-ാം തീയതിയിലെ എക്സാമിൻ്റെ സമയമായപ്പോൾ നമ്മളൊരു 12 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയതും. ആ ഒരു ടൈം കൊണ്ട് തന്നെ കുറേ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. അതുപോലെ തന്നെ 30-ാം തീയതിയിലെയും 24-ാം തീയതിയിലെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അതിനിടയ്ക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ കൂടി കവർ ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മാത്സ്, ഇംഗ്ലീഷ് ടോപ്പിക്കുകൾ എടുക്കാനുള്ള സമയം നമുക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ നിർത്തുന്നില്ല. ഇപ്പോൾ തന്നെ സിലബസ് അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാമെന്ന് കരുതുന്നത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോ ഒക്കെ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് പലരും കമൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ തന്നിട്ടുള്ള പലരുടെയും കമൻറ്റുകൾ ഞാനിവിടെ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത്രത്തോളം സന്തോഷം തരുന്നു. അതാണ് എനിക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. പിന്നെ എനിക്കും ചില പരിമിതികളുണ്ട്. എൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു ലാപ്ടോപ്പാണ്. ആ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇടുന്നത്. അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷ് അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് മാസ്റ്ററിംഗ് എഡ്യൂടെക്കിൻ്റെ ഒരു ടെലഗ്രാം ചാനൽ കൂടിയുണ്ട്. അപ്പോൾ ആ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ ഇടുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ ലിങ്കുകൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഓരോ ദിവസത്തെ ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല, ഓരോ ടോപ്പിക്കുകൾ കഴിയും തോറും ആ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം ക്വിസ് ബേസ്ഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡെയിലി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ
ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തിരക്കുകളും ബുദ്ധിമുട്ടുകളും കാണുമല്ലോ. അങ്ങനെ ചില ദിവസങ്ങളിൽ മുടങ്ങുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ മാക്സിമം ഇനി അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുക. ഇനി മുതൽ ബുധനാഴ്ച മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഓരോ സബ്ജക്റ്റും, അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അങ്ങനെ ഓരോ പ്ലേലിസ്റ്റിലായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഓരോ ദിവസവും ഓരോ ക്ലാസ്, അതായത് ഒരു വീക്കിൽ മൺഡേ ടു ഫ്രൈഡേ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ഓരോ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു ടോപ്പിക്ക് കവർ ചെയ്തിട്ട് ഇപ്പം GK അല്ലെങ്കിൽ മാത്സിൻ്റെ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ ടോപ്പിക്ക് എടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്കെല്ലാം കവർ ചെയ്തതിന് ശേഷം അടുത്ത സബ്ജക്റ്റ്, അങ്ങനെ വേണമോ അതോ എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തി നമുക്ക് കുറേശ്ശെ പഠിച്ചു പോകണോ, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടി നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയും നല്ല കമൻസ് ഒക്കെ തന്ന് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകൾ, അതായത് യൂട്യൂബ് ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർ, ഈ ക്ലാസ്സിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ 10 പേരേ ഉള്ളെങ്കിൽ ആ 10 പേര് മതി. അവർക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പിന്നെ ചെറിയ ചില നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചില തെറ്റുകളൊക്കെ ആർക്കും സംഭവിക്കാം. അങ്ങനെയുള്ള തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റിൽ ഞാനത് മിസ്റ്റേക്കുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിനും അതുപോലെ തന്നെ ഇനി 2024-25 വരാനിരിക്കുന്ന ടൈപ്പിസ്റ്റ് എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്നും വൈകുന്നേരം 6 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരിക. അപ്പോൾ 6 മണി ആ ഒരു സമയം വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജോലി വർക്ക് ചെയ്യുന്നവർ കാണും, അതുപോലെ തന്നെ പഠിക്കുന്നവർ കാണും, അങ്ങനെ പല രീതിയിലുള്ളവർ കാണും. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഫ്രീ ആയി അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഇരിക്കുന്ന ടൈം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ 6 മണി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ സമയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഡീപ്പായിട്ട് ചോദിക്കാം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സിലബസ് മനസ്സിലാക്കി ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്കും ക്ലാസ്സുകൾ പഠിച്ചു പോകാം. ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ കൂടെ ചേരുക. അപ്പോൾ നിങ്ങളുടെ ഇത്രയും നാളും തന്ന സപ്പോർട്ടിന്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള വിലപ്പെട്ട കമൻസുകൾക്ക് എല്ലാത്തിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള എക്സാമുകൾക്കും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബുധനാഴ്ച മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടൈം കോഴ്സ് നമ്മൾ ബുധനാഴ്ച തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് സിലബസിലെ എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ക്ലാസ്സുകൾ കാണാം, കൂടെ ചേരാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തതിന്, കൂടെ നിന്നതിന്. അപ്പോൾ നമുക്ക് ബുധനാഴ്ച മുതൽ ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോകാം. താങ്ക് യു.